ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചിരിക്കുകയാണ്. പതിനായിരങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന ഭക്തജനങ്ങളാണ് തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. കുറെ ദിവസങ്ങളായി തന്നെ തലസ്ഥാന നഗരത്തിലേക്ക് ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കാനായി എത്തുന്ന ജനങ്ങളുടെ വലിയ തരത്തിലുള്ള തിരക്ക് തന്നെയാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് തലസ്ഥാന നഗരി ഈ ഭക്തജനങ്ങളെ വരവേറ്റത്. അത്തരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത ഒരു ആറ്റുകാൽ പൊങ്കാല കൂടിയാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. തീർച്ചയായും അത് സർക്കാരിന്റെയും നഗരസഭയുടെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ, ഇവിടെ എത്തുന്നവർക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, മുന്നൊരുക്കങ്ങളോട് കൂടി തന്നെയുള്ള ഇടപെടൽ, ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാലയ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല എത്രത്തോളം വിജയമാക്കാമോ അത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. പ്രവീൺ ഇറവങ്കരയിലേക്ക് പോവുകയാണ്. പ്രവീൺ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, മുന്നൊരുക്കങ്ങളൊക്കെ നിർത്തിക്കൊണ്ട് കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ടുള്ള ഒരു ആറ്റുകാൽ പൊങ്കാല കൂടിയാണ് കടന്നുപോയത്. പ്രവീൺ, അതിലെ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. നേരത്തെ നമ്മുടെ ദേവസ്വം ബോർഡ് ഉപമന്ത്രി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശബരിമല നമുക്കൊരു പാഠമായിരുന്നു. ശബരിമലയിൽ വലിയ വിജയമായിരുന്നു. ഇത്തവണ ശബരിമല മകരവിളക്ക് വലിയ കൃത്യതയോടുകൂടി നടത്തിയ ഒരു ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിൻപറ്റി അടുത്ത മാസം കടന്നു വന്ന ഈ പൊങ്കാലയും നമുക്ക് വലിയ ഹോംവർക്കുകൾക്ക് ഒന്നും ഇടം കൊടുക്കാതെ, കാരണം ശബരിമല മകരവിളക്കിന് വേണ്ടി നടത്തിയ ഒരു വലിയ ഹോംവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു മാസിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എങ്ങനെ ഒരു ഉത്സവം നടത്താം, ഒത്തിനെ സവിപ്പിക്കാം എന്നുള്ളതും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാരിന് വളരെ ആയാസരഹിതമായിട്ട് ഇന്ന് ഇത്തരത്തിലൊരു ഉത്സവം ഇവിടെ കൊടിയിറക്കുന്ന ആ നിമിഷത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, വ്യത്യസ്ത സ്വഭാവമുള്ള നിരവധി ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലത്ത് ഭക്തിയുടെ ഒരു രസച്ചരട് അവിടെ കിടപ്പുണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട്, ഈ വന്ന ആളുകളൊക്കെയും വലിയ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങുന്നത്. വലിയ അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ അത് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ മുഴുവൻ ഉത്സവങ്ങളും, അത് മകരവിളക്കാകട്ടെ, തൃശ്ശൂർ പൂരമാകട്ടെ, അതുപോലെ ആറ്റുകാൽ പൊങ്കാലയാവട്ടെ, എല്ലാ പ്രധാന സാംസ്കാരിക ഉത്സവങ്ങളും വളരെ രസകരമായിട്ട് ഒരു ശരിക്കും ഒത്തിനെ സൗപ്പിക്കുന്ന അവസ്ഥയിലേക്ക്. ഉത്സവ വാക്കിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നനഞ്ഞ പ്രദേശമെന്നാണ്, കൃഷിയിടമെന്നാണ്. അപ്പോൾ ആ കൃഷിയിടത്തിൽ ഒരു കൃഷി ഇറക്കുന്ന ആ സൗകുമാര്യത്തോടു കൂടി, ആർജവത്തോടു കൂടിയാണ് നമ്മളിതിനെ സമീപിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ആർക്കും ഒരു എതിരഭിപ്രായം പറയുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പൊങ്കാലയാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഒരുപാട് നന്മകൾ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണത്. വർഗരഹിതമാണ്, മതരഹിതമാണ്, ജാതിക്ക് അതീതമാണ്. അമ്മ സങ്കല്പം എന്നത് എല്ലാവർക്കും പെറ്റമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ എന്ന ഒരു വലിയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇതാ നോക്കുക, ആ മധുരമൊക്കെ നുണഞ്ഞിട്ട് ഇവരുടെയൊക്കെ മനസ്സുകളൊക്കെ തെളിഞ്ഞ് എല്ലാവരും ഒരുപോലെ നിൽക്കുകയാണ്. അതൊരു സാംസ്കാരിക ഉത്സവമാക്കി ഈ പൊങ്കാലയെ മാറ്റിയെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും തലസ്ഥാനം പോലെ വ്യത്യസ്ത ആളുകൾ തൊഴിലുമായി ബന്ധപ്പെട്ടായാലും, കലയുമായി ബന്ധപ്പെട്ടായാലും, സ്പോർട്സുമായി ബന്ധപ്പെട്ടായാലും, തലസ്ഥാനം എന്ന നിലയിൽ എല്ലാ വിഭാഗം ആളുകളും ഇവിടേക്ക് എത്തുകയും ഒരു മിക്സഡ് കൾച്ചറുള്ള ഒരു നാട്ടിൽ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളെ പോലും ഒത്തൊരുമയോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പൊങ്കാല ആഘോഷം നടത്തുവാൻ കഴിഞ്ഞു. 2025 ചരിത്രത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ തിളക്കത്തോടുകൂടി, സൂര്യശോഭയോടുകൂടി, നക്ഷത്ര രാജിയോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന ഉറപ്പാണ്. അപ്പം ഇത്തരത്തിലുള്ള സാംസ്കാരിക ഉത്സവങ്ങൾ നാടിന് നിർബന്ധമായും, നാടിൻ്റെ കൂട്ടായ്മയ്ക്ക് ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ദേശത്തെ മുഴുവൻ വീടുകളുടെയും വാതിലുകൾ, ഗേറ്റുകളൊക്കെ മലർക്ക തുറന്നിട്ട് നാനാജാതി മതസ്ഥർ ഈ പൊങ്കാല ഇടുവാൻ വരുന്ന ഭക്തർക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മതേതരമായ ഒരു ചിത്രം തന്നെ തെളിയുകയാണ്. എന്തായാലും ഒരു വലിയ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ പൊങ്കാല കൊടിയിറങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനുള്ള ഒരു ദീപമാണ് ഇത്. ഈ സംസ്കാരം എന്ന ദീപം അത് മനുഷ്യൻ നദീതടങ്ങളിൽ ഉണ്ടാക്കിയ അവൻ്റെ കുടുംബം എന്ന സങ്കല്പം, അവൻ്റെ രാഷ്ട്രമെന്ന സങ്കല്പം, ആ സങ്കല്പങ്ങൾക്കൊക്കെ അക്കരെ നിന്നുകൊണ്ട് അവൻ ഇപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു ദൂരക്കാഴ്ചയിലൂടെ നമ്മൾ ഒരല്പം ഉയർന്നു നിൽക്കുന്ന വിഹഗഭീഷണമെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു കാഴ്ച, അതായത് ഒരു വിഹഗഭീഷണം തന്നെയാണ്, ഒരു മൂവ്മെൻ്റൊക്കെയുള്ള ഈ കാഴ്ചയാണ്. ആളുകളൊക്കെ ഒഴിഞ്ഞ് പോവുകയാണ്. സന്തോഷത്തോടുകൂടി അവരെ അടുത്ത പൊങ്കാലയ്ക്ക് കാണാമെന്ന് പറഞ്ഞ്, യാത്ര പറഞ്ഞ്, ആറ്റുകാല അമ്മയോട് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാത്തിനെയും ഭസ്മീകരിക്കുമ്പോൾ വിഭൂതി
പരിശുദ്ധി ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു നാട്. ഭസ്മം എന്നതിൻ്റെ ആ വാക്ക് ഭസിക്കുന്നത് അല്ലെങ്കിൽ തിളങ്ങുന്നത് എന്ന വാക്കാണ് ഭസ്മം എന്ന വാക്ക്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇവിടെയുള്ള ഈ ചാരം വെറും ചാരം എന്ന വാക്കുകൊണ്ട് നമുക്ക് പറയാം. പക്ഷേ ആ ചാരത്തിൻ്റെ അർത്ഥം ഭസിക്കുന്നത്, തിളങ്ങുന്നത്, പ്രകാശിക്കുന്നത് എന്നാണ്. അപ്പോൾ എല്ലാം കെട്ടടങ്ങുമ്പോഴും ഇവിടെ ഒരു ഊർജ്ജം, ഒരു പ്രകാശം ഉണ്ടാകുമെന്ന ഒരു സ്വപ്നവും വിശ്വാസവുമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വപ്ന പദ്ധതിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എത്ര കെട്ട കാലമെന്നൊക്കെ ആരൊക്കെ പറയുമ്പോഴും നമുക്ക് ശുഭപ്രതീക്ഷകളുണ്ട്. കാരണം ഇവിടെ ഹരിതാഭയുടെ നാടാണ് നമ്മുടേത്. കൊയ്ത്തുത്സവങ്ങളുടെയും തോറ്റംപാട്ടിൻ്റെ നാടാണ് നമ്മുടേത്. നാടൻ പാട്ടുകളുടെ നാടാണ് നന്മയുടെ. നമുക്ക് നന്മയുടെ കറുത്ത ശ്രീകൃഷ്ണനെ നിറങ്ങൾ വാരി പൂശുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു വിപ്ലവത്തിൻ്റെ നാടാണ് നമ്മുടെ. നോക്കുക, ആ തെളിഞ്ഞ മുഖങ്ങളിൽ തന്നെ ഉണ്ട് വാട്ട് ഈസ് പൊങ്കാല, ഈ വർഷത്തെ പൊങ്കാല എന്താണ് എന്നുള്ളതിൻ്റെ ആ പൊതു അർത്ഥം ഈ ചിരിക്കുന്ന ആ മുഖങ്ങളിലുണ്ട്. ആ അമ്മമാരുടെ, ആ കുടുംബിനികളുടെ, ആ ഐശ്വര്യമുള്ള തറവാട്ടമ്മമാരെ പോലെ ആ തിളങ്ങുന്ന അവരുടെ ആ മുഖങ്ങളിൽ മനസ്സിൻ്റെ പൂജാമുറിയായ മുഖം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ളതൊക്കെ നമ്മൾ ആ മുഖത്ത് കണ്ടു. എന്തായാലും ഒരു പുതിയ വസന്തത്തിലേക്ക് വേണ്ടിയുള്ള വസന്ത ഉത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ ഈ പൊങ്കാലയെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ പൊങ്കാല മഹോത്സവം ഇതാ കൊടിയിറങ്ങിയതിന് ശേഷം വിവിധ വാഹനങ്ങളിലായി ആളുകൾ നാട്ടിലേക്ക് ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പുലർച്ചെ ഒരു 3:30 വരുമ്പോൾ MC റോഡിൽ അങ്ങ് ഒരുപാട് ദൂരെ കൊട്ടാരക്കരയ്ക്കൊക്കെ അപ്പുറത്തുനിന്ന് വണ്ടിയിലൊക്കെ ചൂട്ടും അതുപോലെ കലവുമൊക്കെ കെട്ടിവെച്ചിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒഴുകുക, റോഡൊക്കെ ബ്ലോക്ക് ആക്കിക്കൊണ്ട്. അപ്പം അങ്ങനെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെയും ഇവിടെ പൊങ്കാലയിട്ടു. അവരൊക്കെയും തൃപ്തിയോടുകൂടി വ്യത്യസ്ത വാഹനങ്ങളിൽ ഏകദേശം ഒഴുക്കൊക്കെ ഒരു 4 മണിയോടുകൂടിയൊക്കെ തീരുകൊള്ളം തോന്നുന്നു. കാരണം അത്രയും ആളുകളെ ഇവിടെ നിന്ന് പോകേണ്ട. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു സൈഡിൽ നിന്ന് കേരള സർക്കാരും അതുപോലെ നമ്മുടെ കോർപ്പറേഷൻ ചേർന്നിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണ വലിയ ഗതാഗത തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ഗതാഗതമൊക്കെ വലിയ ബ്ലോക്കൊക്കെ ഉണ്ടാക്കി വലിയ പ്രശ്നസങ്കീർണമാകും. എന്തായാലും കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ടൊക്കെ പൊങ്കാലയ്ക്ക് റോഡിൽ വലിയ ഗതാഗത തടസ്സമൊന്നുമില്ല. ഇരുഭാഗം അതാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ആഘോഷങ്ങളും ഉത്സവവും പൊങ്കാലയും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാനില്ല. എല്ലാവരും വലിയ ഭക്തിയോടും സ്നേഹത്തോടും കൂടി നിൽക്കുന്നു. നമ്മുടെ ഈ ഒരു പ്രകൃതിയുടെ താളമാണ് നമ്മുടെ താളം. പണ്ട് ജാജരി എന്ന് പറഞ്ഞൊരു മുനി, അദ്ദേഹം വെള്ളത്തിൽ കുളിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജടയിൽ ധ്യാന നിമഗ്നനായി നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ കുറേ ക്രൗഞ്ചക പക്ഷികൾ വന്ന് കൂടുകൂട്ടിയെന്നും അങ്ങനെ മുട്ടകളൊക്കെ ഇട്ടു. അപ്പോൾ ഇദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ അനങ്ങിയാൽ ഈ മുട്ടകൾക്ക് അപകടം സംഭവിക്കും. അദ്ദേഹം അങ്ങനെ ധ്യാനനിരതനായിട്ട് നിന്നു. അങ്ങനെ ഈ മുട്ടയൊക്കെ വിരിഞ്ഞിട്ട് ഈ കിളികളൊക്കെ പറന്ന് പല നിറങ്ങളിൽ ചിറകുകൾ വിരിച്ച് പറന്നൊക്കെ പോയ ശേഷം അദ്ദേഹം അവിടെ നിന്നും പോയി എന്ന് പറയാം. കാരണം പ്രകൃതിയോടുള്ള ഒരു വല്ലാത്ത സ്നേഹം, അതിൻ്റെ സഹജീവികളോട് ഏതോ കൂടുകൂട്ടിയ കിളികളോട് പോലും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സാണ് നമ്മുടേത്. അതുപോലെ മാതംഗമുനി ശിഷ്യന്മാരെ അനുഗ്രഹിക്കുന്നത് 1 കോടി രൂപ കൊടുത്തിട്ടല്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ വിയർപ്പ് വീണ മണ്ണിൽ ഒരിക്കലും വാടാത്ത പൂക്കൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശബരിമലയിൽ ശബരി ജീവിച്ചു എന്ന് പറയുന്ന മണ്ണാണ്, അമ്മ ദൈവത്തിൻ്റെ മണ്ണാണ് മാതംഗമുനിയുടെ ആശ്രമം. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. ജനക മഹാരാജാവ് എല്ലാ പുണ്യങ്ങളും ചെയ്ത ശേഷം സ്വർഗാരോഹണത്തിന് പോകുന്ന സമയത്ത് നരകത്തിൻ്റെ വാതിലിൽ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ വാഹനം നിന്നുപോയെന്നും കാര്യം അന്വേഷിച്ചപ്പോൾ എല്ലാ പുണ്യങ്ങളും ചെയ്തപ്പോഴും ഒരു കന്നാലി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെ ഒരു പശുവിനെ വിലക്കി ആ ഒരു പാപത്തിന് അരമണിക്കൂർ നരകവാതിലിലെ ചൂടനുഭവിക്കണം എന്ന് എഴുതി വെച്ചിരിക്കുന്ന, അതായത് സഹജീവികളുള്ള സ്നേഹം. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട നാഗാരാധന ഉൾപ്പെടെ ശാക്തി ആരാധന ഉൾപ്പെടെ ശിവാരാധന ഉൾപ്പെടെ വൈഷ്ണവാരാധന ഉൾപ്പെടെ സർവ്വ ആരാധനകളും പ്രകൃതിക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളാകുന്നു. വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾ ഓടിയിറങ്ങുന്നു. തെയ്യം എന്ന വാക്ക് ജൈവമാണ്. ആകെ ഒരു ദൈവമുണ്ടെന്ന് പറയുന്നത് മണ്ണാണ്. മണ്ണ് പ്രകൃതിയാണ്. ആ പ്രകൃതിക്ക് വേണ്ടിയുള്ള ആരാധനകളാണ് നമ്മൾ നടത്തിയിരുന്നത്. എപ്പോഴും നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങൾ സിമൻ്റ് കൊട്ടാരങ്ങളിലൊന്നും ആയിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. എല്ലാം വയലേലകളുടെ സമീപത്ത് മരച്ചുവടുകളിലൊക്കെ ഇപ്പോഴും പിന്നെ വനദുർഗാ സങ്കല്പങ്ങളൊക്കെ നമുക്ക് തിരികെ എത്താം.